നിങ്ങൾക്ക് നമ്പർ അതായത് 2ന്റെ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണാറുണ്ടെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് നമുക്കിന്നൊന്ന് നോക്കാം. 2 എന്ന് പറയുന്നത് മൂണിന്റെ നമ്പറാണ്. ചന്ദ്രന്റെ കാരകനായിട്ടുള്ള നമ്പറാണ്. അത് കൂടുതലായിട്ടും മൂണിന്റെ എനർജി വന്നിട്ട് ഇമോഷൻ ആണ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ചന്ദ്രൻ. ഓക്കെ, അപ്പോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് യൂണിവേഴ്സ് നമുക്ക് തരാൻ ശ്രമിക്കുന്ന മെസ്സേജ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇമോഷണൽ സൈഡിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നാണ്. അവരത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കൂ എന്നൊക്കെയാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന മെസ്സേജ്. നിങ്ങളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു റീയൂണിയന്റെ ചാൻസസ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന പാർട്ട്നേഴ്സ് തമ്മിൽ കൂടിച്ചേരാൻ അങ്ങനെയൊക്കെ ഒരു ചാൻസ് ഈ നമ്പേഴ്സ് ഇങ്ങനെ തുടർച്ചയായിട്ട് കാണുമ്പോൾ നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആ എലിയനേറ്റഡ് പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അതായത് പിരിഞ്ഞിരിക്കുന്ന പാർട്ട്നേഴ്സ് തമ്മിൽ കൂടിച്ചേരാൻ, അതേപോലെ നിങ്ങളെ വിട്ടുപോയ ഒരാൾ, നിങ്ങളുടെ വിട്ടുപോയ ഒരാൾ തിരിച്ചു വരാൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുള്ളൂ. തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പ്രപ്പോസൽ കിട്ടാൻ സാധ്യത, ലവ് പ്രപ്പോസൽ പുതുതായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ, നിങ്ങൾ മാരേജിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാരേജ് പ്രപ്പോസൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ ലക്കിന്റെയും കൂടെ ഒരു കാരകനാണ് ചന്ദ്രൻ. അപ്പോൾ എന്തെങ്കിലും ലക്കി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് എന്താണോ പറയുന്നത് അതുപോലെ പ്രവർത്തിക്കൂ. അത് മിക്കവാറും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആ സമയത്ത്, ഈ നമ്പേഴ്സ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഇൻറ്റ്യൂഷൻ മിക്കവാറും കറക്റ്റ് ആയിരിക്കാനാണ് സാധ്യത. അതേപോലെ ഈ 2 എന്ന് കൂട്ടുമ്പോൾ, 3 കൂട്ടുമ്പോൾ നമുക്ക് 6 ആണ് കിട്ടുന്നത്. 6 ശുക്രന്റെ നമ്പറാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലക്കിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, ഫൈനാൻഷ്യലി ഒക്കെ കുറച്ച് ലക്ക്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ലക്കി ആയിട്ട് വരാൻ ഒക്കെ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്പർ 2ന്റെ പ്രത്യേകത.